നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് സ്നാക്കിൻ്റെ എന്തെങ്കിലും റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്നാക്ക് ഇടാമെന്ന്. അപ്പോൾ നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇലയടയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇലയട ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം, ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ചേർത്താണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുവിധം പഴുത്തതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഇപ്പം സാധാരണ ഒരു പഴുപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടാണ് അല്ലെ വേവിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നല്ല ഓവറായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ട കേട്ടോ, ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇലയുടെ കുറേ വേരിയേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പിന്നെ അരി കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെന്താ, ഇതിലിപ്പോൾ ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. പിന്നെ ആ ശർക്കരയും തേങ്ങയും ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മളെ യുക്തിക്കനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇലയട നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കി വരാം. ഇതിനു വേണ്ടി നമ്മൾ 4 നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പം അത്യാവശ്യം പഴുത്തതാണ്, പക്ഷേ ഓവറായിട്ട് പഴുത്തതല്ല. ഓവറായിട്ട് പഴുത്തതാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, രസമില്ല എന്നല്ല, വേറൊരു ടേസ്റ്റാണ്. ഇതൊരു ചെറിയൊരു പുളിയും ഉണ്ടാവും. പിന്നെ നമ്മളിതിന് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ടിടാം. പിന്നെ തേങ്ങ ഞാൻ ഒരു മുറി ചിരകി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് നമുക്ക് ഇടാം കേട്ടോ. പിന്നെ മധുരത്തിനായിട്ട് ഇത് ശർക്കര പൊടിച്ചതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചതാണ് ശർക്കര പൊടി, അതും ഒരു 1/2 കപ്പോളം ഉണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത്, അതൊരു 6 എണ്ണം പൊടിച്ചതാണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുക എന്നാണ്, ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിലോട്ട് പഴം 2 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ, എന്നിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ, ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം പഴം ചൂട് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഈ ഒരു സമയത്ത്, അതായത് പഴം പുഴുങ്ങുന്ന സമയത്ത് ചിരകിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്നത് കൊണ്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് ആ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ച പൊടി, ശർക്കര പൊടിയാണ്, അതായത് ഓർഗാനിക് ശർക്കരയാണ് കേട്ടോ. ഇതിന് നല്ല മധുരമാണ് ശരിക്കും. ഇപ്പോൾ വാങ്ങാൻ അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ ആണി ശർക്കര അതുപോലെ ഉണ്ടയായിട്ടുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചീകി ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊടിയൊന്നും ഇല്ലെങ്കിലാണ് ചീകി ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ചെളി പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ, അത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശർക്കര പാനി ഉണ്ടല്ലോ, അപ്പോൾ പാനി ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുമല്ലോ, തേങ്ങയിൽ നന്നായി ശർക്കര പിടിക്കുന്ന പോലെ, അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതിലൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്നതാണ്, കല്ലൊന്നുമില്ല, മണ്ണൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ പുഴുങ്ങി വെച്ച പഴം ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടു ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ പഴമെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്, കഷ്ണങ്ങളൊന്നുമില്ല, നല്ല ഫൈനായി നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി ചേർക്കാം, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഏലക്ക പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ആദ്യം നമുക്ക് ഗോതമ്പ് ചപ്പാത്തിക്ക് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് ശേഷം കുറച്ചൊരു വെള്ളം ചേർത്ത് ഒരു ചെറുതായിട്ടൊരു വെള്ളമുള്ള ആ ഒരു രീതിയിൽ നമുക്ക് പരത്താൻ എളുപ്പമുള്ള രീതിയിൽ വേണം, അതായത് ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു അഴഞ്ഞ രീതിയിൽ വേണം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇലയിൽ നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാഴയില കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് മാവ് കുറച്ച് വെച്ചിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തടവിയിട്ട് പരത്തി കൊടുത്താൽ കയ്യിൽ പറ്റാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാൻ നോക്കുക. കുറച്ച് കട്ടി കൂടി കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ വേണ്ടി നോക്കാം. നമുക്കിത് പരത്തിയെടുക്കാം.
പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും കൂടിയുള്ള ആ കൂട്ടുണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യം എത്രയാണ് അത്ര അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല അടയിൽ നല്ല മധുരം ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ആ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ അത് ഈ തേങ്ങേൻ്റെ കൂടെ കൂട്ടിയാലും മതി. അപ്പോൾ നമുക്ക് ഇത് കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല അടയ്ക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഇലയുടെ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ സ്റ്റീമർ വെച്ച് അത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇലയുടെ അതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ്, ഒരു ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ്സ് കൊണ്ട് തന്നെ അടയായി വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗോതമ്പ് വെന്ത് കിട്ടേണ്ട സമയമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ തുറന്ന് നോക്കി. നമ്മളെ ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഗോതമ്പ് പൊടിയിൽ. ചെറിയൊരു പുളിയോടുകൂടി ഭയങ്കര പഴുത്ത പഴമല്ലായിരുന്നു എടുത്ത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.